Hello guys. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. കഴിഞ്ഞ തവണ വണ്ടർ വാട്ടർ എക്സ്പോ കൊണ്ടുവന്ന DJ അമ്യൂസ്മെൻറ്റ് ഇത്തവണ ലണ്ടൻ ബ്രിഡ്ജായിട്ടാണ് വന്നത്. സ്ഥലം വേറെ എവിടെയല്ല, നമ്മളെ സ്വന്തം മറൈൻ ഡ്രൈവാണ്. ഓഗസ്റ്റ് 7-നായിരുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ ഇനി ഓണം കഴിയുന്നവരെ ഇത് ഇവിടെ ഉണ്ടാകും. ഒരാൾക്ക് 200 രൂപയാണ് എൻട്രി ഫീ. അങ്ങനെ ഞാൻ വിശാഖുവിനെ വിശാഖും സർപ്രൈസാണ് ലണ്ടൻ ബ്രിഡ്ജിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കാണിച്ചുതരാം. ഒരുപാട് പേര് ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് ഫോട്ടോസും ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു. കാണിച്ചുതരാം കേട്ടോ. ആക്ച്വലി ഇവരിത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പം മറൈൻ ഡ്രൈവിലുള്ള ലണ്ടൻ ബ്രിഡ്ജിലാണ്. എന്തായാലും നേരിട്ട് പോകാൻ പറ്റും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ രണ്ടാളും ലണ്ടൻ ബ്രിഡ്ജിലുള്ള യാത്ര എൻജോയ് ചെയ്യാണ്. എങ്ങനെയുണ്ട്? നേരിട്ട് കൊണ്ടുപോകുമോ? കൊണ്ടുപോകുന്ന ഇവിടുന്ന് പ്രോമിസ് ചെയ്തു. ഇല്ല, നേരിട്ട് കൊണ്ടുപോകല്ല. അടുത്ത ഹണിമൂണാണ്. പിന്നെ ഇവിടെ ഒരു റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് കയറി. കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. കാരണം എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. കാരണം മൊത്തത്തിൽ കാണാൻ ഇവിടെ നല്ല ചന്തണ്ടേനു. എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബ്രിഡ്ജിലെത്തിയപ്പോൾ ഞാൻ കസിനെ കണ്ടു. കസിൻ എവിടെ? ഇപ്പം വരും. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അല്ലേ? കസിൻ എവിടെ? എൻ്റെ കസിനെ ഒരു കടത്തി വിടുന്നില്ലല്ലോ. അതാ എൻ്റെ കസിനെ ഞാൻ കണ്ടു. അതിലൂടെ ഇതാണ് എൻ്റെ കസിൻ അർച്ചന. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ലണ്ടനിൽ കണ്ടുമുട്ടിയതാ. ആക്ച്വലി അച്ചുട്ടേച്ചി വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണേ. നോക്കടാ എന്ത് രസമല്ലേ ഞങ്ങൾ രണ്ടാളും നടക്കണേ കാണാൻ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്യണം, ഒറിജിനൽ ലണ്ടൻ ബ്രിഡ്ജ് കൂടെ നടന്നിട്ട്. സോ ഞാൻ അതിന് വേണ്ടി ഇപ്പോഴേ ട്രാൻസിഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒറിജിനൽ ലണ്ടൻ ബ്രിഡ്ജ് കൂടെ ഇതുപോലെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നടക്കും. ലണ്ടൻ ബ്രിഡ്ജിൽ നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഒരു യൂറോപ്പ് സ്റ്റൈൽ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ ഡിസ്നി ലാൻഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഇങ്ങനൊരു സ്ട്രീറ്റ് ശരിക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ ഇവിടേക്ക് കയറുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ഭംഗിയുള്ള വീഡിയോസും ഫോട്ടോസും എനിക്ക് കിട്ടുന്നു. കാരണം അത്ര അടിപൊളിയാണ്. കാരണം ഓരോ ഫ്രെയിമും നമുക്ക് നല്ല ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫ്രെയിമാണുള്ളത്. എത്ര ആൾക്കാർ ആ ഫോട്ടോ എടുക്കാനറിയാം. ഞാനും കുറേ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്ട്രീറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊതിയാവും ഇവിടെ പോകാൻ, യൂറോപ്പ് പോകാൻ. സോ നമ്മൾ എന്തായാലും പോയിരിക്കും. ശരിക്കിത് ചെയ്ത ഇവരെ വർക്കിന് എടുത്ത് പറയണം. കാരണം നല്ല രസമുണ്ട്. ശരിക്കൊരു വാക്കിംഗ് സ്ട്രീറ്റ് കൂടെ നടക്കുന്ന അതേ ഫീൽ ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാരാണ് ഫോട്ടോസ് എടുക്കണേ. ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾ കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ ഓണം വെക്കേഷനൊക്കെ അല്ലേ, ഇവിടെ വരാൻ ശ്രമിക്കുക, ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഇത് നല്ല വേർത്തായിരിക്കും. ഇതിനു മുമ്പ് യൂറോപ്പ് കണ്ടിട്ടുണ്ട? ശരിക്കും ഇങ്ങനെ ഈ ബൂത്തൊക്കെ ശരിക്കും മറ്റ് ലണ്ടനിൽ പോയ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടുമ്പോഴാണ് കണ്ടത്. അതൊക്കെ ഇങ്ങനെ അവിടുത്തെ അത്ര അടിപൊളി അല്ലെങ്കിൽ ഇവിടെ ചെറുതായിട്ട് കൊണ്ടുവന്നപ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിൽ പോയവരാണെങ്കിലും അല്ലാത്തവരല്ല എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്തായാലും വരണം, കാരണം നല്ല രസമുണ്ട്. ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് മണ്ടന്മാരെ കൂട്ടിയിട്ട് ഞാൻ ലണ്ടനിൽ വന്നത്. ഇവർക്ക് ഇഷ്ടമായോ നമുക്ക് ചോദിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇനി ലണ്ടൻ കാണിച്ച് തന്നില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ലണ്ടന്റെ പുറം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ലണ്ടനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു പള്ളിപ്പെരുന്നാളിലാണ്. സോ ഫുൾ ലൈറ്റും കളർഫുള്ളായിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് സെറ്റായി വരുന്നുള്ളൂ. പക്ഷെ മൊത്തത്തിൽ നല്ല അടിപൊളിയാണ്. സോ ഗേൾസ്, ലണ്ടൻ എനിക്കിഷ്ടപ്പെട്ടു, പള്ളിപ്പെരുന്നാൾ എനിക്കിഷ്ടപ്പെട്ടു. മൊത്തത്തിൽ എന്തായാലും അടിപൊളിയാണ്. ഓണമൊക്കെ നമുക്ക് ഇവിടെ വന്ന് ആഘോഷിക്കാം ഗേൾസ്. അപ്പോൾ എല്ലാവരും വരിക, ആഘോഷിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ, ഉമ്മ. ലണ്ടനിൽ പെട്ടെന്ന് കൊച്ചിയിലേക്ക് എത്തിയാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ലണ്ടൻ ട്രിപ്പ് അടിപൊളി, സൂപ്പറാ. 200 രൂപ വർത്താണ്. 200 രൂപയ്ക്കൊന്നുമില്ല, ഒരു 150 100 അത്രയും മതി. ചായപ്പ